ഹലോ എവ്രി വൺ. സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയില് നമ്മൾ ഇപ്പൊ ഇൻട്രാഡേയിൽ ഒരാൾക്ക് പ്രോഫിറ്റബിൾ ആവേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ സീരീസ്, അതായത് നമ്മുടെ ഇത്രയും കാലത്തെ വീഡിയോസ്, ആ ഒരു പ്ലേലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ വീഡിയോ സീരീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നമ്മളൊരു 20 വീഡിയോ ഇപ്പോൾ ഓവറോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 20 വീഡിയോ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് അത് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റും ഇൻട്രാഡേയിൽ. ഇപ്പോൾ ഓപ്ഷൻസ് ചെയ്യുന്നവർ, ഇൻഡെക്സ് ആയിക്കോട്ടെ, സ്റ്റോക്ക് ഓപ്ഷൻ ആയിക്കോട്ടെ. സ്റ്റോക്ക് ഓപ്ഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, അതിനേക്കാൾ നല്ലത് ഇൻഡെക്സ് ഓപ്ഷൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻ ചെയ്യുന്നവരാണെങ്കിലും ആ ഇൻട്രാഡേയിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ നമ്മൾ ഓപ്ഷൻസിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഓപ്ഷൻ ഗ്രീക്സോ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് എങ്ങനെ ചൂസ് ചെയ്യണമെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അതിൽ എടുക്കുന്ന മെത്തേഡ്, അതായത് നമ്മളിപ്പോൾ ഇൻഡെക്സിന്റെ ചാർട്ട് വാച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ട്രേഡ് എടുക്കാൻ അത്രയും കാര്യങ്ങൾ മതി. അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു 20 വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മതി. ഇൻട്രാഡേയിലാണെങ്കിലും പ്രോഫിറ്റബിൾ ആവാൻ അത്ര മതി. ഇനി എന്തെങ്കിലും ചെറിയ ചെറിയ ടിപ്സ് പോലെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഇടയിൽ വരുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാവുന്നതാണ്. ഇൻട്രാഡേയുടെ തന്നെ, അതായത് ഇൻട്രാഡേയിൽ ഇക്വിറ്റി ആയാലും ഓപ്ഷൻസ് ആയാലും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു സീരീസിന് ശേഷം ഒരു അടുത്ത സീരീസ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. അതായത് ആ കംപ്ലീറ്റ് ലേണിംഗ് സീരീസിൽ തന്നെ 2 രീതിക്ക്, ഇപ്പോൾ ഇൻട്രാഡേ കഴിഞ്ഞു, ഇനി 2 അല്ല 3 രീതിക്ക്. ഇൻട്രാഡേയുടെ കഴിഞ്ഞു, ഇനി ഷോർട്ട് ടേം, പിന്നെ ലോങ് ടേം അടുത്തത് വരും. അപ്പോൾ ഈ ഷോർട്ട് ടേം ആണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ലാഗ് ആക്കുന്നില്ല, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഷോർട്ട് ടേമിൽ സ്റ്റോക്ക് സെലക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സ്റ്റോക്ക് എങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഷോർട്ട് ടേമിൽ നമ്മൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു മന്ത്ലി നമുക്കൊരു 10-20% പ്രോഫിറ്റ്. ഓക്കെ, 10-20% പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് എക്സിറ്റ് ആവുന്ന രീതി. അപ്പോൾ അതിനുള്ള സ്റ്റോക്ക് സെലക്ഷനും അതിൽ ഞാനിങ്ങനെ പേഴ്സണലി എൻട്രി കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോയിലല്ല, ഈ വീഡിയോയിലാണെങ്കിലും ഇനി വരുന്ന വീഡിയോസിലാണെങ്കിലും നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. അതിനു മുൻപ് നമ്മൾ എടുക്കുന്ന രീതി എങ്ങനെയായിരിക്കും അറിയോ? ഇപ്പോൾ നമ്മുടെ കയ്യിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയണം. ഇപ്പോൾ ഒരാളുടെ കയ്യിൽ 1 lakh ക്യാപിറ്റൽ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ഈ ഒരിക്കലും 1 lakh ആണ് ആൾക്ക് സ്വിങ് ചെയ്യാൻ വേണ്ടി, ഷോർട്ട് ടേമിൽ സ്വിങ് എൻട്രി, അതായത് സ്വിങ് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് 1 lakh ആണ് ക്യാപിറ്റൽ ഉള്ളതെന്ന് വിചാരിക്കുക. അതിൽ 2 ആക്കിയിട്ട് ചെയ്യുക. മീൻസ് ഇപ്പം നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യും, നാളെ നമുക്ക് അതിലൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 50,000 എടുത്ത് ആ സ്റ്റോക്കിലിടുക. എന്നിട്ട് നമ്മൾ ഡെയിലി ഇങ്ങനെ സ്റ്റോക്സ് അനലൈസ് ചെയ്തെടുക്കുക. എൻട്രി വരുന്നതിനനുസരിച്ചിട്ട് ഈ 50,000 ഇതിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു 1 to 2 വീക്കിൽ അതിൽ റിസൾട്ട് കിട്ടും. ഏതർ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും അല്ലെങ്കിൽ അത് ടാർഗറ്റ് ഹിറ്റാവും. ഇതിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്രോബിലിറ്റി ഏതിനായിരിക്കണം? ടാർഗറ്റ് ഹിറ്റാവുന്നതിനായിരിക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന എൻട്രീസ് അത്രയും ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. അതുപോലെ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇനീഷ്യലി നമുക്ക് സ്റ്റോക്ക് സെലക്ഷൻ ആണ് വേണ്ടത്. സ്റ്റോക്ക് എവിടെ നിന്ന് സെലക്ട് ചെയ്യും? എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, സ്റ്റോക്ക് എവിടെ നിന്ന് സെലക്ട് ചെയ്യും, എങ്ങനെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഞാൻ പേഴ്സണലി എടുക്കുന്നതും കമ്മ്യൂണിറ്റീസിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് NSEൻ്റെ സൈറ്റിൽ പോവുക. NSE ഇന്ത്യയിൽ പോയിട്ട് അതിൽ ഫസ്റ്റത്തെ സൈറ്റിൽ കയറുക. അതാണ് NSEൻ്റെ സൈറ്റ്. ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ഇക്വിറ്റീസ് എടുക്കുക. ഇക്വിറ്റീസിൽ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ലൂസേഴ്സും ഗെയിനേഴ്സൊക്കെയാണ്. അതായത് അന്നേ ദിവസത്തെ ഗെയിനേഴ്സ് ലൂസേഴ്സൊക്കെ ഉണ്ടാവും. അതിൻ്റെ താഴെ ഇവിടെ വ്യൂ ഓൾ കൊടുക്കുക. വ്യൂ ഓളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ വോളിയം ഗെയിനേഴ്സ് എടുക്കുക. അതായത് ഇപ്പോൾ ഇന്ന് 22-ാം തീയതി ഏറ്റവും കൂടുതൽ വോളിയത്തിൽ ട്രേഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് ഈ കാണുന്നത്, ഇത്രയും സ്റ്റോക്കുകൾ. അപ്പോൾ ഇതിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി.
ഒരുപാട് അധികം, അതായത് ഒരുപാട് വോളിയത്തിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മെയിൻ ആയിട്ട് അത്രയും ഹ്യൂജ് ആയിട്ടുള്ള അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ചേഞ്ചിന്റെ അവിടെ ഗ്രീൻ കളർ ആണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. മീൻസ് ഇപ്പോൾ ഇതേപോലെ റെഡിൽ വന്നിട്ടുണ്ടാവും, ഇവിടെ മൊത്തത്തിൽ കാണിക്കുന്നത് വോളിയം ഗെയിനേഴ്സിനെയാണ്. അതില് വിറ്റ വോളിയം ആവാം, വാങ്ങിയ വോളിയം ആവാം. ഈ റെഡിൽ കാണുന്നതൊക്കെ വിറ്റ വോളിയമാണ്. ഇപ്പോൾ അവിടെ ഗ്രീനിൽ കാണുന്നത് വിറ്റതും വാങ്ങിയതും എല്ലാം ഉണ്ടാവും, പക്ഷെ വാങ്ങിയതായിരിക്കും കൂടുതൽ. നമുക്കിവിടെ മറ്റേ ഇത് പ്രൈസ് ബാൻഡ് ഹിറ്റ് ആയത്, അതായത് അപ്പർ സർക്യൂട്ട് ഹിറ്റായ സ്റ്റോക്കുകളൊക്കെ കാണാൻ പറ്റും. 20% മൂവ് ആയത്. ഓക്കെ, അപ്പർ സർക്യൂട്ട് ഹിറ്റ് ആയതാണത്. അപ്പോൾ ഇതിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഈ പെന്നി സ്റ്റോക്സ് ഒന്നും എടുക്കണ്ട കേട്ടോ. പെന്നി സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ 7 രൂപയുടെ ഒക്കെ നമുക്ക് കാണും, അതൊന്നും മാക്സിമം എടുക്കാതിരിക്കുക. അതൊക്കെ ഒരു 50 റുപ്പീസ് അബവ് ഒക്കെ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ടത് അത്യാവശ്യം അവിടെ നമുക്ക് കുറേ സ്റ്റോക്കുകൾ ഉണ്ടാവും. നമുക്ക് ഏത് പ്രൈസിൽ ഉള്ള സ്റ്റോക്കാണ് വേണ്ടത് നോക്കുക. ഓക്കെ, നമ്മുടെ ഒരു ഇത്ര രൂപയുടെ ഉള്ളിലുള്ള സ്റ്റോക്ക് നമുക്ക് എടുക്കാമെന്ന് തോന്നുമല്ലോ. അപ്പോൾ ഇതിലൊരു 100 to 500 ആണെങ്കിൽ ഇതിൽ 100 to 500 വരുന്ന സ്റ്റോക്സ് സോർട്ട് ചെയ്തെടുക്കുക. 445, 440, 204, 166, 157 ഇങ്ങനെ കുറച്ച് സ്റ്റോക്കുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ജസ്റ്റ് എത്ര വോളിയം വന്നിട്ട് നോക്കുക. ഇപ്പോൾ ഇവിടെ 455 രൂപൻ്റെ സ്റ്റോക്കിൽ 2.6 lakh ആണ് വോളിയം വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ ഈ 440 നോക്കുകയാണെങ്കിൽ ഇതിൽ നോർമലി വന്നതിലും കുറച്ച് കൂടുതൽ വോളിയം, അതായത് 4536. ഇത് ETF ആണ്, അതായത് അതിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അതിലൊന്നും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻഡെക്സ് ഫണ്ടുകളിൽ, അതായത് മ്യൂച്വൽ ഫണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണും, DSP മ്യൂച്വൽ ഫണ്ട് ഒക്കെ ഉണ്ടല്ലോ. ഈ മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം അവോയ്ഡ് ചെയ്ത് വിടുക. അതല്ലാതെയുള്ള സ്റ്റോക്കുകൾ നോക്കുക കേട്ടോ. ഇവിടെ ഈ സൺഫാർമ അഡ്വാൻസ്ഡ് റിസർച്ച് കമ്പനി ലിമിറ്റഡ് 204 രൂപയ്ക്ക് ആണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 50 ലക്ഷം ഇതിൽ വോളിയം വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൽ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്, ജസ്റ്റ് ബ്ലൈൻഡ് ആയിട്ട് കയറി എൻട്രി എടുക്കുകയല്ല. പിന്നെ അതിനുശേഷം 166 രൂപൻ്റെ 46 ലക്ഷം വോളിയം വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 157ന്റെ സ്റ്റോക്കിൽ 2.25 കോടിയുടെ അടുത്ത് വോളിയം വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വെക്കുക. പിന്നെ 325ന്റെ സ്റ്റോക്കിൽ ഏകദേശം 5 ലക്ഷം വോളിയം വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതൊന്ന് സോർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ICICI പ്രൊഡൻഷ്യൽ നിഫ്റ്റി ബാങ്ക് ETF എന്നൊക്കെ ഉണ്ടാവും, മ്യൂച്വൽ ഫണ്ട്സ് പോലെയുള്ള, അതായത് ഇത് ഇൻഡെക്സ് ഫണ്ടാണ്. ഇതൊന്നും മാക്സിമം എടുക്കാതിരിക്കുക, മാക്സിമം അല്ല എടുക്കാതെ ഇരിക്കുക. ഇൻഡെക്സ് ഫണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ് ഇങ്ങനെയുള്ള എന്താണ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്ത് വിടുക കേട്ടോ. ഈ SBI ETF ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്ത് വിടുക. ഇവിടെ SJVN ഇത് ഇവിടെ 2.7 CR വോളിയം വന്നിട്ടുണ്ട്, 107 രൂപയുടെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റോക്കുകൾ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുക. നമുക്കത് അതിൽ എൻട്രി ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് എടുത്തു നോക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ലോജിക്കലി നമ്മൾ ആലോചിക്കുന്നത് എന്താ പറയുക, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എൻട്രി എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു സ്റ്റോക്ക് അല്ല, ഈ ഒരു സ്റ്റോക്ക് 445 രൂപയാണ്. നോർമലി ഇത് ട്രേഡ് ചെയ്യപ്പെടുന്നത് 13,000, 18,000 ഈ റേഞ്ചിലാണ് ഇതിൻ്റെ ആവറേജ് വോളിയം വരുന്നത്. പെട്ടെന്ന് ഇന്നൊരു ദിവസം അതിൽ 2,60,000 വോളിയം വന്നു. അതുപോലെ താഴോട്ട് വരികയാണെങ്കിൽ ഈ സൺഫാർമ 50 ലക്ഷം, നോർമലി 3 ലക്ഷം 2 ലക്ഷത്തിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഇന്നൊരു ദിവസം മാത്രം പെട്ടെന്ന് അതിൽ 50 ലക്ഷം വോളിയം വന്നു. ഇതെല്ലാം ചാർട്ട് എടുത്തിട്ട് ബൈയിങ് ആണോ എന്ന് കൂടി കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് അത്
പറഞ്ഞുതരാം എങ്ങനെ അനലൈസ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റോക്ക് ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ 46 ലക്ഷമാണ് വോളിയം, 166 രൂപയുടെ സ്റ്റോക്കാണ്. നോർമലി 3 ലക്ഷം 3 ലക്ഷം ഇതാണ് ഇതിന്റെ ആവറേജ്. പെട്ടെന്ന് 46 ലക്ഷം ക്വാണ്ടിറ്റീസ് അവിടെ ബൈയിങ്ങും വന്നിട്ടുണ്ട്, സെല്ലിങ്ങും വന്നിട്ടുണ്ട്. നമ്മളത് നോക്കണം, ചാർട്ട് നോക്കിയിട്ട് വേണം അത് ബൈയിങ് ആണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ MRPL മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ് ലിമിറ്റഡ് 2.3 CR. നോർമലി 22 ലക്ഷം 31 ലക്ഷമാണ് ഇതിന്റെ വോളിയം ആയിട്ട്, രണ്ടാഴ്ചകളിലെ ആവറേജ് വോളിയം ആയിട്ട് വരുന്നത്. പെട്ടെന്ന് 2.5 കോടി വോളിയം വന്നിരിക്കുക. പിന്നെ ഈ 325 രൂപന്റെ സ്റ്റോക്ക് 5 ലക്ഷം വോളിയം, നോർമലി 60,000 1 ലക്ഷം ഒക്കെയാണ് ഇതിന്റെ വോളിയം. പെട്ടെന്ന് 5 ലക്ഷം വോളിയം. ഈ ഒരു സ്റ്റോക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. നോർമലി അതായത് 1 ലക്ഷം വോളിയം വരാറുണ്ടായിരുന്നു, ഇന്ന് മാത്രം 5 ലക്ഷം വോളിയം വന്നു. അത് എടുത്ത് നോക്കിയിട്ട് അനലൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒഴിവാക്കിയാൽ മതി. ഇപ്പൊ തന്നെ ഒഴിവാക്കണമെന്നില്ല, ജസ്റ്റ് വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചാൽ മതി, പിന്നെ നമുക്കത് അനലൈസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇതുപോലെ ഇപ്പൊ നോർമലി ട്രേഡ് ചെയ്യുന്നതിനെക്കാട്ടിലും 10 ഇരട്ടിയും 20 ഇരട്ടിയൊക്കെ അതിൽ വോളിയം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാർട്ടിൽ പോയിട്ട് അത് ബൈയിങ് ആണെന്ന് ഉറപ്പ് വരുത്താനുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. ഈ സ്റ്റോക്ക് നമ്മളിനി ചാർട്ടിൽ പോയിട്ട് ഇതിലിപ്പോ എല്ലാം ഒന്നും എൻട്രി തരില്ല. നമ്മൾ എൻട്രി എടുക്കുന്നത് നാളെ കയറിയിട്ട് ഓക്കെ ഇനിയും ഇത് മേലോട്ട് കയറുമ്പോൾ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് എൻട്രി എടുക്കാനല്ല. ഒരു എൻട്രി സോൺ ഉണ്ട്, ആ എൻട്രി സോണിലേക്ക് ടച്ച് വന്നാൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കുള്ളൂ. ടാർഗറ്റുകൾ നമ്മൾ വെക്കും. അപ്പോൾ ഇതില് നമ്മൾ ഡെയിലി കയറിയിട്ട് ഒരു 5 മിനിറ്റ് മതി ഇതിപ്പോ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാൻ. ഇത് 5 മിനിറ്റിൽ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. സോർട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചാർട്ടിലേക്ക്, അതായത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അനലൈസ് ചെയ്യുന്നുണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇതില് നമ്മൾ ഇപ്പൊ ഈ സ്റ്റോക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചത്, അതിൽ ഇനി ഒരു 5 മിനിറ്റിന്റെ അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റിന്റെ പരിപാടി ആ സ്റ്റോക്കിൽ പോയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണം, ഒരു സമയം ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു 5-6 സ്റ്റോക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ഇപ്പോ ഈ ഒരു സ്റ്റോക്ക് SJV എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇപ്പൊ 107 നമുക്ക് ചിലപ്പോൾ അതിൽ എൻട്രി സോണായിട്ട് നമ്മൾ എടുക്കുന്നത് ചിലപ്പോൾ 102 103 ഒക്കെ ആയിരിക്കും. അത് ആ സോണിൽ വരുമ്പോൾ മാത്രം എൻട്രി എടുക്കുക, സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, ടാർഗറ്റ് വയ്ക്കുക, ട്രേഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഒരു മാസം നമുക്ക് ഇതേപോലെ ഒരു 4 എൻട്രി കിട്ടി. 4 എൻട്രിയിൽ നമുക്കൊരു 10-20% എന്ന് പറയുമ്പോൾ ആവറേജ് ഒരു 12% 30% ഒക്കെ നമുക്ക് 13% ഒക്കെ നമുക്ക് കിട്ടും. സ്റ്റോപ്പ് ലോസ് 5% എക്സീഡ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം ഒരു 4 എൻട്രി കിട്ടി. 4 എൻട്രി എടുത്ത് 2 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി 2 ടാർഗറ്റ് ഹിറ്റ് ആയാലും സ്റ്റിൽ നമ്മൾ ഒരു 10-15% പ്രോഫിറ്റിലായിരിക്കും നിൽക്കുക. ക്ലിയർ ആയില്ലേ? അത് നല്ല പ്രോഫിറ്റ് ആണ്. ഇയർലി നോക്കുന്ന സമയത്ത് എന്താണ് 100-120% പ്രോഫിറ്റിൽ നമ്മൾ നിൽക്കും. ഓക്കെ, അത് ഗംഭീര പ്രോഫിറ്റ് ആണ്. അത് ചെറിയ പ്രോഫിറ്റ് ആയിട്ട് കണക്കൂട്ടണം. പിന്നെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് അത്രയും നല്ല രീതിക്ക് അനലൈസ് ചെയ്ത് ഹൈ പ്രോബബിലിറ്റി എൻട്രീസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 4 എൻട്രിയിൽ ഒരു 2 to 3 എൻട്രീസ് ഒക്കെ നമുക്ക് പ്രോഫിറ്റിൽ 3 എൻട്രി ഒക്കെ പ്രോഫിറ്റിൽ എത്തിക്കാൻ പറ്റും 4 എൻട്രി എടുക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഇപ്പോൾ ഹൈ പ്രോബിലിറ്റി ഉള്ള എൻട്രീസ് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു മാസത്തിൽ ഒരു 10-20% തന്നെ പ്രോഫിറ്റിൽ എൻഡ് ആക്കാൻ പറ്റും. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റോക്കിൽ അത്ര നാളില്ലാത്ത പെട്ടെന്നൊരു വോളിയം വന്നു കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് എടുത്ത് നോക്കുക. ഓക്കെ, ജസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ലോജിക്ക് ഇത്രയേ ഉള്ളൂ. അത്രയും ക്വാണ്ടിറ്റീസ് അവിടെ ബൈ ചെയ്യണമെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള ബൈയിങ് അവിടെ, ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ഒരിക്കലും 1-2 റീറ്റെയിലേഴ്സ് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കില്ല. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു SJV എന്ന് പറയുന്ന ഈ സ്റ്റോക്ക് 107 രൂപയ്ക്ക് ഇവിടെ ഏകദേശം 3-4% അടുത്ത് മൂവ്മെന്റ് വന്നിട്ടുണ്ട്. അത് ബൈയിങ് ആണോ സെല്ലിംഗ് ആണോ എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ 2.7 CR വരിക. ഇതിൽ ഒരു 1 CR തന്നെ ബൈയിങ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, 1 CR അല്ല, ഗ്രീനിലാണ് ക്ലോസിങ്. അപ്പോൾ എന്തായാലും ഒരു 2 CR ഇല്ലെങ്കിൽ ഒരു 1.5 to 2 CR എന്തായാലും ബൈയിങ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഈ ബൈയിങ്ങിൽ എത്ര കോടി അവിടെ ഡംപ് ചെയ്യണം? 1 CR into 100 എന്ന് പറയുമ്പോൾ 100 CR അവിടെ ബൈയിങ് വന്നിട്ടുണ്ടാവും.
അപ്പോൾ ഇത്രയും ബൈയിങ് അവിടെ ഒറ്റയടിക്ക് ഇത്ര നാളില്ലാത്തൊരു ബൈയിങ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇനിയും മുകളിലോട്ട് പോകാനുണ്ട്. അല്ലാണ്ട് ഒരാൾ അവിടെ നിന്ന് അത്രയും ബൈ ചെയ്യില്ലല്ലോ. 100 കോടി വെറുതെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യില്ല. അത് ഇനിയും അതിന് പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടല്ലേ ആ പൈസ അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇനിയും അതിൽ വന്നേക്കാം, ഇനിയും വരും ദിവസങ്ങളിൽ, അതായത് ഒരു 2 to 3 ഡേയ്സിൽ വന്നേക്കാം. പിന്നെ ഇതിലുള്ള ലോജിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വേറൊരു ലോജിക്ക് കൂടി ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു പോയിന്റിൽ മീൻസ് ഒരു പോയിന്റിന്ന് ബൈ ചെയ്യാൻ കിട്ടില്ല. അതായത് നമ്മൾ ഓൾറെഡി സീരീസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ നീങ്ങുള്ളൂ. അപ്പൊ ഈ നീങ്ങുന്ന സമയത്ത് ഇത് എന്തിനാ ഇങ്ങനെ നീങ്ങുന്ന? ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ. ഒരിക്കലും ഒരു സിംഗിൾ പോയിന്റ് ഇപ്പോൾ 734 SBI 734.95 എന്നുള്ള പോയിന്റിൽ ഒറ്റയടിക്ക് അവിടെ നിന്ന് ഒരു 10 ലക്ഷം ക്വാണ്ടിറ്റീസ് ബൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. 10 ലക്ഷം ക്വാണ്ടിറ്റീസ് അവിടെ ബൈ ചെയ്യാൻ ഉണ്ടാവില്ല, ചിലപ്പോൾ ഒന്നുമല്ല, നടക്കില്ല. 10 ലക്ഷം ക്വാണ്ടിറ്റീസ് അവിടെ ബൈ ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പോയിന്റിന്ന് ഇത് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ ബൈ ചെയ്യും. ചിലപ്പോൾ അത് തിരിച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് സെയിം പോയിന്റിൽ തന്നെ വന്നിട്ട് അവിടെ നിന്ന് അവർ പിന്നെയും ബൈ ചെയ്യും. അല്ലെങ്കിൽ കുറച്ച് മുകളിൽ നിന്ന് അവർ അടുത്ത ബൈയിങ് ഇടും. അപ്പൊ ഇങ്ങനെ ഓരോരോ പോയിന്റുകളിലായിട്ടായിരിക്കും അവർ ബൈയിങ് പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ഓൾറെഡി പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറിയ ഒരു സ്റ്റോക്കാണ്, അത്യാവശ്യം വോളിയം വന്നിട്ട് പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറിയ സ്റ്റോക്കാണ്. ഇതിനി താഴോട്ട് ഇറങ്ങും, പ്രോബബ്ലി അത് താഴോട്ട് ഇറങ്ങും. താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ അടുത്ത ബൈയിങ് എവിടെ നിന്ന് വരുന്നു, ആ ബൈയിങ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന വേവ്, അതായത് അതിൽ നിന്ന് വരുന്ന അപ്പ് മൂവ്മെന്റ് ക്യാച്ച് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി. അപ്പൊ അതിൽ എൻട്രി സോൺ എവിടെ, ആ എൻട്രി സോൺ ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. ഇപ്പൊ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രി, അടുത്തത് നമുക്ക് ഓൾറെഡി ഒരു എൻട്രി മിസ്സായി. അപ്പൊ അടുത്ത എൻട്രി എവിടെ നിന്ന് കിട്ടും? സ്റ്റോപ്പ് ലോസ് എവിടെ കൺസിഡർ ചെയ്യാം, ടാർഗറ്റ് എവിടെ കൺസിഡർ ചെയ്യാം, ഇതാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോ നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ, ഇപ്പോൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ പഠിച്ചു, അത് അനലൈസ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. ഇങ്ങനെയാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുക. അത്യാവശ്യം നോർമലി ഇല്ലാത്ത വോളിയത്തിനേക്കാൾ 10 ഇരട്ടിയോ 20 ഇരട്ടിയൊക്കെ വോളിയം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യും. ഈ SJVN പോലെ ഉള്ള സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് അതിന് വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. അതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രി സോൺ, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ഫൈൻഡ് ചെയ്തിട്ട് എൻട്രി സോണിലേക്ക് വരികയാണെങ്കിൽ എൻട്രി എടുക്കും. ചില സ്റ്റോക്കുകൾ എൻട്രി സോണിലേക്ക് വരില്ല, പിന്നെ അത് മുകളിലോട്ട് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെയുള്ളത് പോട്ടേന്ന് വെക്കുക. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു 5 സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു സ്റ്റോക്കെങ്കിലും എൻട്രി തരാതെ പോയില്ല. തരുന്ന സ്റ്റോക്കിൽ എൻട്രി എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സ്റ്റോക്ക് സെലക്ഷന്റെ കാര്യങ്ങൾ പോകുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള, അതായത് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, സിമ്പിളാണ്. ക്ലിയർ ആയില്ലേ? പിന്നെ ഇതിൽ ഫണ്ടമെന്റലി നമുക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം ജസ്റ്റ് 1 to 2 വീക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനുള്ളിൽ തന്നെ ഒന്നുകിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്, ഇത് നമുക്ക് എന്തായാലും കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ സ്റ്റോക്ക് സെലക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ വന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താലേ ശരിയാവുള്ളൂ. നാളെ തന്നെ പോയിട്ട് ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൽ കയറി ചാടി കയറി എൻട്രി എടുക്കുകയല്ല. അതിൽ നമുക്ക് കുറച്ച് കലാപരിപാടികൾ കൂടി ചെയ്യാനുണ്ട്. അതിനുശേഷമേ നമുക്ക് അതിൽ എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു കണ്ടന്റ് ആയിരുന്നു സ്റ്റോക്ക് സെലക്ഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റോക്ക് എങ്ങനെ അനലൈസ് ചെയ്യാന്നുള്ളത് പഠിക്കാം. അതായത് ചാർട്ടിൽ പോയിട്ട് സ്റ്റോക്ക് എങ്ങനെ അനലൈസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പഠിക്കാം. പിന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് എവിടെ, എൻട്രി എവിടെ, ടാർഗറ്റ് എവിടെ എന്നുള്ളത് ഫൈൻഡ് ചെയ്യാം കേട്ടോ. കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ലൈവ് മാർക്കറ്റിൽ ഞാൻ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങൾ വരികയാണെങ്കിൽ അവിടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസ്, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രേഡർ ആവാനും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസ് പ്ലേലിസ്റ്റിൽ ഉണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മൾ ഇൻട്രാഡേ കവർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഷോർട്ട് ടേം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.